അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലിപ്ഷിറ്റ്സ് കണ്ടീഷനാണ്. അപ്പോൾ ആദ്യം എന്താണ് ആ കണ്ടീഷൻ അല്ലെങ്കിൽ ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഡെഫിനിഷൻ ഇതാണ് ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ. ലെറ്റ് എ സബ്സെറ്റ് ഓഫ് ആർ and f is a function from a to r. That means it's a real function. If there exists a constant k greater than 0 such that modulus of f of x minus f of u is less than k times modulus of x minus u for all x u belongs to a. അങ്ങനെ ഒരു k exist ചെയ്യുകയാണെങ്കിൽ such a function is called Lipschitz function and this condition is called Lipschitz condition. നമുക്ക് ആദ്യം Lipschitz function ഒരു എക്സാമ്പിൾ നോക്കാം. Example f from closed interval 0 to 2 to r f of x is equal to ഞാൻ എടുക്കുന്നു x square. എന്താ f of x minus f of u ൻ്റെ മോഡുലസ്, that is modulus of x square minus u square എന്ന് വരും, and that is equal to modulus of x minus u into modulus of x plus u എന്ന് എഴുതാം. And ഈ modulus of x plus u സെപ്പറേറ്റ് നമ്മൾ എടുത്താൽ that is less than or equal to mod x plus mod u. And ഈ ഇൻ്റർവെല്ലിൽ 0 to 2 mod x ൻ്റെ മാക്സിമം വാല്യൂ is 2 and mod u ൻ്റെ മാക്സിമം വാല്യൂ 2 ആണ്. 2 plus 2 4 ആയി. So this is less than or equal to 4. So ഇവിടെ modulus of x plus u ന് പകരം ഞാൻ ഈ 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ inequality become 4 times modulus of x minus u. So this function satisfies the condition modulus of f of x minus f of u is less than or equal to k times modulus of x minus u, and this is true for all x comma u belongs to the interval 0 to 2. അപ്പോൾ ഇങ്ങനെ എഴുതാവുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ ലിപ്ഷിറ്റ്സ് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഈ കണ്ടീഷനെ ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ എന്ന് വിളിക്കും. ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇത് നമ്മൾ ഇതിന് മുന്നേയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി ഈ ഇൻ്റർവെൽ അല്ലാന്ന് മാത്രമേ ഉള്ളൂ. This function is uniformly continuous. Uniformly continuity വേണ്ടിയിരുന്ന modulus of f of x minus f of u is less than epsilon whenever modulus of x minus u is less than delta. So for epsilon greater than 0, delta is equal to epsilon by 4 എന്ന് എടുത്തു കഴിഞ്ഞാൽ whenever modulus of x minus u is less than delta. Delta means epsilon by 4. 4 കട്ട് ചെയ്തിട്ട് ഇത് less than epsilon എന്ന് വരും. So that means this function is uniformly continuous. So അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ, അതായത് ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫങ്ഷൻസ് എല്ലാം തന്നെ എന്തായിരിക്കും? യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ അടുത്ത പ്രൂവ് ചെയ്യാൻ പോകുന്നതാണ്. ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഫങ്ഷൻ is uniformly continuous. നോക്കൂ തിയറം. ലെറ്റ് എ സബ്സെറ്റ് ഓഫ് ആർ f is a function from a to r if there exists a constant k greater than 0 such that modulus of f of x minus f of u is less than k times modulus of x minus u for all x u belongs to a. That means f is a Lipschitz function, f satisfies Lipschitz condition, then f is uniformly continuous on a. Suppose that f is a Lipschitz function. So there exists k greater than 0 such that modulus of f of x minus f of u is less than k times modulus of x minus u for all x comma u belongs to a. ഇനി നമുക്ക് പ്രൂവ് ചെയ്യണം f is uniformly continuous. യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് കിട്ടാൻ നമ്മൾ എപ്സിലോൺ പോസിറ്റീവ് എടുക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കിട്ടണം. ദാറ്റ് ഡെൽറ്റ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എപ്സിലോൺ ആയിരിക്കണം. എന്ത് കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ലെസ് ദാൻ എപ്സിലോൺ വെനെവർ മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ഇസ് ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ നമ്മളെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന കേസാണ് നമ്മൾ നോക്കേണ്ടത്. സോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഡെൽറ്റ എടുക്കുന്നു. ചൂസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഈ കെ കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ. സോ ഡെൽറ്റ ഇസ് ഈക്വൽ എപ്സിലോൺ ബൈ കെ, ആ കെ കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ. ദെൻ modulus of x minus u less than delta implies whenever modulus of x minus u is less than delta, modulus of f of x minus f of u നമ്മൾ ഇത് പ്രകാരം ലെസ് ദാൻ കെ ടൈംസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ആണ്. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ കെ ടൈംസ് ഇത് ലെസ് ദാൻ ഡെൽറ്റയാ.
delta is epsilon by k. So epsilon by k എന്ന് വരും, k cut ചെയ്ത് പോയും, less than epsilon. So for epsilon greater than 0, we can find a delta which is epsilon by k such that whenever modulus of x minus u is less than delta, modulus of f of x minus f of u is less than epsilon. Therefore, f is uniformly continuous on A. So Lipschitz condition satisfy ചെയ്താൽ uniformly continuous. അപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത x square in the interval 0 to 2 satisfies Lipschitz condition, so it is uniformly continuous. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഒക്കെ യൂണിഫോംലി കണ്ടിന്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഒന്ന് ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ്. സോ അതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആണ്. അതായത് യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഒക്കെയും ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ? കോൺവേഴ്സ് ഇസ് നോട്ട് ട്രൂ. നോക്കാം അതിൻ്റെ കൗണ്ടർ എക്സാമ്പിൾ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ദാറ്റ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ്. പക്ഷെ നേരെ തിരിച്ച് ശരിയാവണമെന്നില്ല. ഒരു യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ നീഡ് നോട്ട് ബി എ ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ഡിഫൈൻഡ് ഇൻ ദ ഇൻ്റർവൽ 0 to 2. അപ്പോൾ 0 to 2 ഡിഫൈൻഡ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്, ബട്ട് നോട്ട് എ ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ. അപ്പോൾ ആദ്യം ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. എന്തുകൊണ്ടാണ് യൂണിഫോംലി കണ്ടിന്യൂസ് ആയ? Root x is a continuous function which is defined on closed bounded interval. So it is uniformly continuous by uniform continuity theorem. ഇനി വേണ്ടത് നമുക്ക് ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന് പ്രൂവ് ചെയ്യാണ്. ഇഫ് പോസിബിൾ, സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ഇസ് എ ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ. സോ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ട്രൈ ചെയ്യുന്നത് ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ദെൻ there exists k greater than 0 such that modulus of f of x minus f of u, ഇവിടെ f of x എന്ന് പറയുമ്പോൾ റൂട്ട് എക്സ് അല്ലേ, സോ റൂട്ട് എക്സ് മൈനസ് റൂട്ട് യു is less than k times modulus of x minus u for all x u belongs to the interval 0 to 2. ശരി. Now, when the modulus of root x minus root u, root x minus root u is equal to root x minus root u into root x plus root u divided by root x plus root u എന്ന് എഴുതാം. conjugate വെച്ച് multiply ചെയ്താൽ. And numerator that is x minus u divided by root x plus root u എന്ന് എഴുതാം. രണ്ട് സൈഡ് മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് റൂട്ട് എക്സ് മൈനസ് റൂട്ട് യു ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് യു ഇസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി, സോ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് യു. സോ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് യു ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് റൂട്ട് എക്സ് മൈനസ് റൂട്ട് യു. നൗ മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് മൈനസ് റൂട്ട് യു എന്നുള്ളത് ഈ കെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/k എന്ന് വരും. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 1/k ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് കോമ യു ബിലോങ്സ് ടു 0 to 2. നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന കോൺട്രഡിക്ഷൻ ഇതിനാണ്. ഈ 0 to 2 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഒരു എക്സും ഒരു യുവും നമ്മൾ കണ്ടെത്തും. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? റൂട്ട് എക്സ് പ്ലസ് റൂട്ട് യു ഗ്രേറ്റർ ദാൻ 1/kക്ക് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k ആവുന്ന രീതിയിൽ. അങ്ങനെയാണ് കോൺട്രഡിക്ഷൻ ആയി. കോൺട്രഡിക്ഷൻ കിട്ടാനുള്ള കാരണം അസംഷൻ ഇസ് റോങ്. ഓക്കെ, നൗ ബൈ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി
there is a natural number such that എന്താണ് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി, എത്ര വലിയ കെക്ക് എത്ര വലിയ എക്സിൻ്റെ അപ്പുറത്തും ഏതുണ്ട് ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ എത്ര ചെറിയ പോസിറ്റീവ് ക്വാണ്ടിറ്റിൻ്റെ ഇപ്പുറത്ത് ഒരു 1/n ഉണ്ട്. അപ്പോൾ ഇവിടെ കെ എന്ന് പറഞ്ഞൊരു വലിയ നമ്പർ ആയിരിക്കും. സോ 1/k ഇസ് എ സ്മോൾ നമ്പർ ആവാം. സോ 1/k ചെറുതാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു 1/n പോസിബിൾ ആണ്. അങ്ങനെയാണ് എക്സിൻ്റെ എത്ര വലിയ എക്സ് എടുത്താലും അതിൻ്റെ അപ്പുറത്തൊരു നാച്ചുറൽ നമ്പർ ഉണ്ട് n. അല്ലെങ്കിൽ എത്ര തന്നെ വലിയ ചെറിയ എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇപ്പുറത്തൊരു 1/n ഉണ്ട്. സോ ഞാൻ ഇവിടെ എടുക്കുന്ന ചെറിയ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 1/k ആണ്. സോ there is a 1/n which is less than 1/k. Now choose x is equal to 1/4n square and u is equal to 1/16n square. ഇപ്പോൾ ഈ n-ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/k-നേക്കാൾ ചെറുതായിട്ടുള്ള 1/n വരുന്ന ആ n-ന് കറസ്പോണ്ടിങ് ആയിട്ട് x is equal to 1/4n square എടുക്കുന്നു, u is equal to 1/16n square എടുക്കുന്നു. Now ഈ 1/4n square ഈ ഇൻ്റർവെൽ അല്ലേ ആണ്, 1 a positive quantity is less than 1 and 1/16n squareും ഈ ഇൻ്റർവെല്ലാണ്. അപ്പോൾ ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ x and u belongs to that interval. പക്ഷേ എന്താ √x plus √u, then √x plus √u is equal to √x. So that is 1/4n square ൻ്റെ root, that is 1/2n plus ഇത് 1/4n വരും. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് 3/4n വരും. സോ 3/4 ഇൻറ്റു 1/n, ഡിനോമിനേറ്ററിലാണ് n, 3/4 ഇൻറ്റു 1/n. ആൻഡ് ദാറ്റ് ഈസ് ക്ലിയർലി ദ 3/4 ഓഫ് 1/n ഇസ് ലെസ് ദാൻ 1/n. 1/n-നേക്കാൾ ചെറുതായിരിക്കും കാരണം 3/4 ഇസ് എ ക്വാണ്ടിറ്റി ലെസ് ദാൻ 1. ആൻഡ് 1/n ഇസ് ലെസ് ദാൻ 1/k. ഇപ്പോൾ എന്താ കിട്ടിയത്? എക്സ് ആൻഡ് യു ബിലോങ്സ് ടു ക്ലോസ് ലെവൽ 0 വിത്ത് √x plus √2 ഇസ് ലെസ് ദാൻ 1/k എന്ന് കിട്ടിയിരിക്കുകയാണ്. പക്ഷേ √x plus √u ഇസ് ഗ്രേറ്റർ ദാൻ 1/k ഫോർ ഓൾ എക്സ് യു ബിലോങ്സ് ടു 0 എന്നാണ്. സോ ദസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ഇപ്പോൾ ഇതിനെ നമ്മൾ 1 എന്ന് വിളിച്ചാൽ 1. എന്തുകൊണ്ടായി കോൺട്രഡിക്ഷൻ കിട്ടാനുള്ള കാരണം? നമ്മളിവിടെ അസംഷൻ റോങ് ആയിരുന്നു. നമ്മൾ അസ്യൂം ചെയ്ത √x is Lipschitz function. Therefore √x is not a Lipschitz function in closed interval 0 ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മളിവിടെ എക്സും യുവും എടുക്കുന്നത് ഏതിലാണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ 0 അത് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ക്ലിയർലി x, u belongs to closed interval 0. So again, കിട്ടിയിരിക്കുന്ന കാര്യമാണ് യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ നീഡ് നോട്ട് ബി എ ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ. പക്ഷേ ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻസ് ആർ ഓൾവേസ് യൂണിഫോംലി കണ്ടിന്യൂസ്. ലിപ്ഷിറ്റ്സ് കണ്ടീഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടൊരു പ്രോബ്ലം കൂടി നോക്കാം ഇതിൽ. ഷോ ദാറ്റ് f of x equal to √x on the set 0 to infinity is uniformly continuous on A. ശ്രദ്ധിക്കണം, ക്ലോസ്ഡ് 0 to infinity ആണ്. ഇത് ഈ ഫംഗ്ഷൻ ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ 0 to 2 √x എക്സാമ്പിൾ പറഞ്ഞു, അത് ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് 0 to infinity ആണ്, അവിടെ നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും അത് ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് പറയാൻ പറ്റില്ല. പക്ഷേ let I is equal to closed interval 0 to 1 and j is equal to 1 to infinity. അപ്പോൾ ഞാൻ ഇതേ ഇൻ്റർവെലിനെ രണ്ടായിട്ട് കൺസിഡർ ചെയ്യാണ്. I is equal to closed interval 0 to 1, j is equal to 1 to infinity. എന്തായാലും ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് ഇത് വരുമെന്ന് പറയാൻ പറ്റില്ല, ഒരു 1 കോമൺ ആയിട്ട് വരും. ശരി, ഇനി ഈ ഐയിലും ജെയിലും സെപ്പറേറ്റ് ആയിട്ട് ഈ ഫംഗ്ഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, സിൻസ് I is closed and bounded,
So f of x equal to root x is uniformly continuous on I. അപ്പോൾ ഐയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഐയിൽ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു റൂട്ട് എക്സ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. കാരണം യൂണിഫോം കണ്ടിന്യൂറ്റി തിയറമാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇനി ജെയുടെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ now in J, modulus of f of x minus f of u is equal to modulus of root x minus root u വരും. That is simplify ചെയ്യുന്ന സമയത്ത് modulus of x minus u divided by root x plus root u വരും. And root x plus root u നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് എക്സിൻ്റെ വാല്യൂ ഇവിടെ ഈ ജെയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻ ജെ ആണ്. അപ്പോൾ ജെയിൽ റൂട്ട് എക്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിനിമം വാല്യൂ ഇസ് 1 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. കാരണം 1-നേക്കാൾ വലിയ നമ്പറിൻ്റെ റൂട്ടല്ലേ. സോ റൂട്ട് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതേപോലെ യു ഇതിലെടുത്തു കഴിഞ്ഞാൽ റൂട്ട് യു ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സോ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് യു ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. സോ 1 ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് യു ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. അപ്പോൾ ഈ 1 ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് യുവിനെ ഞാൻ 1/2 വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു. സോ ഇവിടെ 1 to infinity എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ടൈംസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ എക്സ് യു ബിലോങ്സ് ടു ദ ഇൻ്റർവെൽ 1 to infinity j. Therefore f is f of x is equal to root x is a Lipschitz function in J. Hence it is uniformly continuous on J. So ഐയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്തത് യൂണിഫോം കണ്ടിന്യൂറ്റി തിയർ ആണ്. ജെയിൽ ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ അപ്ലൈ ചെയ്തത്. കാരണം ഇവിടെ കെയുടെ വാല്യൂ 1/2 എന്ന് കിട്ടും. കെ ടൈംസ് എന്നല്ലേ വേണ്ടത്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ ആണെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. സോ ജെയിൽ യൂണിഫോംലി കണ്ടിന്യൂസ്. പക്ഷേ അതുകൊണ്ട് എന്ത് പറയാൻ പറ്റില്ല, എയിൽ അതായത് 0 to ഇൻഫിനിറ്റിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് 0 to ഇൻഫിനിറ്റിയിലാണ്. 0 to ഇൻഫിനിറ്റിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ ഞാൻ ഇവിടെ എടുക്കുന്നു ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. നമുക്കൊരു ഡെൽറ്റ കിട്ടണം. ഫോർ ഓൾ എക്സ് യു ബിലോങ്സ് ടു ഐ. എക്സും യുവും 0 to ഇൻഫിനിറ്റിയിൽ എവിടെയായാലും അത് ഐയിൽ വന്നാലും ജെയിൽ വന്നാലും എങ്ങനെ വന്നു കഴിഞ്ഞാലും മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ഇസ് ലെസ് ദാൻ എപ്സിലോൺ വെനവർ മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ഇസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് കിട്ടണം. ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists delta 1 greater than 0 such that modulus of f of x minus f of u is less than epsilon whenever modulus of x minus u is less than delta 1 comma x u belongs to I. അപ്പോൾ ഞാനിവിടെ ട്രൈ ചെയ്യുന്ന എപ്സിലോൺ പോസിറ്റീവ് എടുത്തു. ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. അതായത് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു റൂട്ട് എക്സ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഐ എന്നുള്ളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു ഡെൽറ്റ 1 പോസിറ്റീവ് കിട്ടും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ഇസ് ലെസ് ദാൻ എപ്സിലോൺ വെനവർ മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ഇസ് ലെസ് ദാൻ ഡെൽറ്റ 1. ഞാൻ അവിടെ എപ്സിലോൺ എടുക്കുന്നതിന് പകരം എപ്സിലോൺ പോയിട്ട് അപ്പോൾ എനിക്ക് എന്തോ വേറെ എവിടെയോ അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം ഇത് എന്തുകൊണ്ട് പറയുന്നു, since f is uniformly continuous on I. ഇതുപോലെ ഇതേ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് there exists delta 2 greater than 0 such that modulus of f of x minus f of u is less than epsilon by 2 whenever modulus of x minus u is less than delta 2 where x comma u belongs to j. അത് പറയാനുള്ള കാരണം
ഈ കണ്ടീഷൻ അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ജെ എന്നുള്ളത് അപ്ലൈ ചെയ്താൽ ഏത് എക്സ് യു ജെയിലെടുത്താലും വിത്ത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ വി ഗെറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. കാരണം സെൻസ് എഫ് ഇസ് യൂണിഫോംലി continuous on J. Now I am take delta is equal to minimum of delta 1 comma delta 2. നമുക്ക് വേണ്ടതായിരുന്നു ഏത് എപ്സിലോൺ പോസിറ്റീവ് എടുത്താലും നമുക്കൊരു ഡെൽറ്റ വേണമായിരുന്നു. ആ ഡെൽറ്റ മിനിമം ഓഫ് ഡെൽറ്റ 1 ഡെൽറ്റ 2 ആയിട്ട് എടുത്തത്. whenever modulus of x minus u is less than delta, or for all x u belongs to a 0 to infinity with the modulus of x minus u delta less than delta, we need f of x minus f of u less than epsilon. Okay, ഇവിടെ for x comma u belongs to a with modulus of x minus u less than delta എന്നെടുത്താൽ modulus of f of x minus f of u less than epsilon കിട്ടണം. Then 3 പോസിബിലിറ്റീസ് ഉണ്ട്. എന്താ 3 പോസിബിലിറ്റീസ്? എക്സും യുവും ഞാൻ എടുത്തിരിക്കുന്നത് എവിടെയാ? 0 to ഇൻഫിനിറ്റിയാ. അതിൻ്റെ അകത്ത് 0 to 1 വരെ ഐ ആണ്, 1 to ഇൻഫിനിറ്റി ജെ ആണ്. സോ ഒരു പോസിബിലിറ്റി x comma u belongs to I. Then modulus of x minus u less than delta implies delta എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2 ആണ്. സോ ഡെൽറ്റനേക്കാൾ ചെറുതാണ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു എങ്കിൽ ക്ലിയർ ആയിട്ടും മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ഇസ് ലെസ് ദാൻ ഡെൽറ്റ 1 വരും. മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ 1 ആണ്, എക്സ് യു ബിലോങ്സ് ടു ഐ ആണെങ്കിൽ ഏത് കണ്ടീഷൻ കിട്ടും? ദാറ്റ് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. എപ്സിലോൺ ബൈ 2 ഇസ് ക്ലിയർലി ലെസ് ദാൻ എപ്സിലോൺ. സോ എക്സും യുവും ഇതിലാണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ 1 ആയി. ലെസ് ദാൻ ഡെൽറ്റ 1 ആയതുകൊണ്ട് നമ്മൾ ആ ഇൻ്റർവെല്ലിൽ ഐയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 നമ്മളിവിടെ എടുത്തിരിക്കുന്നു. സോ ക്ലിയർ ലെസ് ദാൻ എപ്സിലോൺ. ഇനി രണ്ടാമത്തെ കേസ്, ഇഫ് എക്സ് കോമ യു ബിലോങ്സ് ടു ജെ, ഇതേപോലെ പറയാമല്ലോ. ദെൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ഇസ് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ 1 ഡെൽറ്റ 2 മിനിമം ആണ്. സോ മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു എന്ന് പറയുന്നത് ആരെക്കാൾ ചെറുതായിരിക്കും? ഡെൽറ്റ 2 ചെറുതാവും. ഡെൽറ്റ 2 ചെറുതാണെങ്കിൽ ഇത് ഇവിടെ കണ്ടീഷൻ ഉണ്ട്, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 വരും. സോ ദാറ്റ് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2, ദാറ്റ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ അവിടെയും ഓക്കെ. ഇനി മൂന്നാമത്തെ കേസ് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാണ്. എവിടെയാണ്? എക്സും യുവും ഇതിലെടുത്തു, അപ്പോൾ ഓക്കെ. എക്സും യുവും ജെയിലെടുത്തു, അപ്പോഴും ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരുന്നുണ്ട്. ഇനി എക്സ് ഇവിടെയും യു ഇവിടെയും, നേരെ തിരിച്ച് എക്സ് ഇവിടെയും യു ഇവിടെയും കൺസിഡർ ചെയ്താൽ മതി. നേരെ അതേപോലെ തന്നെ സിമിലർലി എന്ന് മറ്റേത് പറയാമല്ലോ. ഞാനിങ്ങനെ എടുക്കുന്നു, ഇഫ് എക്സ് ബിലോങ്സ് ടു ഐ ആൻഡ് യു ബിലോങ്സ് ടു ജെ, ആ ഒരു കേസ്. ബ്രാക്കറ്റിലായിരുന്നു സിമിലർ is when x belongs to j and u belongs to I. No, if x belongs to I and u belongs to j, then modulus of x minus u is equal to u അല്ലേ വലുത്? u ഇവിടെയല്ലേ ഞാൻ എടുക്കുന്നത്, x ഇവിടെയല്ലേ എടുക്കുന്നത്. സോ മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി യു മൈനസ് എക്സ് ആണ്. ദാറ്റ് ഇസ് യു മൈനസ് എക്സ്. ആൻഡ് യു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ യുവും എക്സും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ ഇവിടെ വരെയല്ലേ, ഇതിൻ്റെ ഇടയ്ക്കാണ് 1 കിടക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് 1 പ്ലസ് 1 മൈനസ് എക്സ്. സോ
So modulus of x minus u less than delta implies u minus 1 plus 1 minus x is less than delta. ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, ഇതും പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ രണ്ട് പോസിറ്റീവ് ക്വാണ്ടിറ്റിയുടെ സമ്മ ഡെൽറ്റേനേക്കാൾ ചെറുതാണ്. സോ ദാറ്റ് ഇംപ്ലൈസ് u minus 1 is less than delta and 1 minus x is less than delta. So u minus 1 is less than delta എന്ന് പറഞ്ഞാൽ യും 1ഉം എവിടെയാണെന്ന് നോക്കും. ഇവിടെ മോഡുലസ് ഇട്ടാലും കുഴപ്പമില്ല, രണ്ടും ഇത് u minus 1 is a positive quantity. So u minus 1 is less than delta എന്ന് പറഞ്ഞാൽ യും 1ഉം ഏത് ഇൻ്റർവെല്ലാന്ന് നോക്കൂ, ഇവിടെയാണ്, ജെയിലാണ്. സോ ജെയിലെ രണ്ട് പേരുടെ കേസിൽ ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ലെസ് ദാൻ ഡെൽറ്റ 2 വരും. ലെസ് ദാൻ ഡെൽറ്റ 2 ആകുമ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് 1 ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. സോ ദാറ്റ് ഇംപ്ലൈസ് f of u minus f of 1 is modulus less than epsilon by 2. ആൻഡ് ഇതേപോലെ ഈ 1ഉം എക്സും ഇവിടെ ഞാൻ മോഡുലസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, മോഡുലസ് ഇടുന്നു എന്ന് വിചാരിച്ചോളൂ. മോഡുലസ് ഓഫ് 1 മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ 1ഉം എക്സ് എവിടെയാണ്, ഐയിലാണ്. ഐയിലെ രണ്ട് പേരാണ്. ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ക്ലിയർലി മിനിമം ഓഫ് ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2 അല്ലേ. സോ മോഡുലസ് ഓഫ് 1 മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ ഡെൽറ്റ 1 വരും. മോഡുലസ് ഓഫ് 1 മൈനസ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ 1 ആണെങ്കിൽ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും എഫ് ഓഫ് 1 മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ മോഡുലസും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. സോ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 1 മൈനസ് എഫ് ഓഫ് യു. That is less than or equal to modulus of f of x minus f of 1 plus modulus of f of 1 minus f of u. This less than epsilon by 2, this less than epsilon by 2. So less than epsilon by 2 plus epsilon by 2, that is less than epsilon. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട് അല്ലേ. ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി നീഡ് എ ഡെൽറ്റ. ആ ഡെൽറ്റ എന്നുള്ള ഞാൻ മിനിമം ഓഫ് ഡെൽറ്റ 1 ഡെൽറ്റ 2 എടുത്ത്. ആൻഡ് ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവെല്ലിൽ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ട് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ 1 കിട്ടില്ല, ആ ഡെൽറ്റ 1 ആണ്. അതേപോലെ ഇവിടെ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ട് ആ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ 2 കിട്ടില്ല, അതാണ് ഡെൽറ്റ 2. ദെൻ മിനിമം ഓഫ് ഡെൽറ്റ 1 ഡെൽറ്റ 2 ആണ് ഞാൻ ഡെൽറ്റ ആയിട്ട് ചൂസ് ചെയ്തത്. ദെൻ ഫോർ എക്സ് യു വിത്ത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ എനിക്ക് വേണം എന്ത്, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ലെസ് ദാൻ എപ്സിലോൺ. അത് എല്ലാ കേസിലും വേണം. 3 കേസുകളായിട്ട് ഞാൻ എടുക്കുന്നു. എക്സ് യു ഇവിടെയാണെങ്കിൽ വളരെ എളുപ്പം കിട്ടും. മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ 1 ആണ്. സോ ഇത് ഉപയോഗിക്കും. ദെൻ എക്സും യുവും ഇവിടെയാണെങ്കിൽ അഗെയിൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ 2 ആണ്. സോ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടി. പ്രശ്നം വരുന്നത് എക്സ് ഇവിടെയും യു ഇവിടെ ആകുമ്പോഴാണ്. എക്സ് ഇവിടെയും യു ഇവിടെ ആവുന്ന സമയത്ത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു എന്നുള്ളതിനെ ഞാൻ ആദ്യം മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ഇസ് എക്സാക്ട്ലി യു മൈനസ് എക്സ്, യു ആണ് വലുത്. സോ ദാറ്റ് ഇസ് യു മൈനസ് 1 പ്ലസ് 1 മൈനസ് എക്സ്. സോ മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇത് ലെസ് ദാൻ ഡെൽറ്റയായി. അപ്പോൾ ഇവർ ഓരോരുത്തരും ഡെൽറ്റേനേക്കാൾ ചെറുതാവണം, കാരണം ഇവർ രണ്ടും പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആണ്. ഇത് ഡെൽറ്റേനേക്കാൾ ചെറുതാന്ന് പറഞ്ഞാൽ യുവും 1ഉം ഇവിടെയാണ്. ഡെൽറ്റേനേക്കാൾ ചെറുതാവുമ്പോൾ അവൻ്റെ ഡിഫറൻസ് ഡെൽറ്റ 1നേക്കാൾ ചെറുതാണ്. ഡെൽറ്റ 1നേക്കാൾ ചെറുതാകുമ്പോൾ ഇത് ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് കിട്ടും മോഡുലസ് ഓഫ് എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് 1 ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. അതേപോലെ 1 മൈനസ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 1ഉം എക്സും ഈ ഇൻ്റർവെല്ലാണ്. സോ അവിടെ 1 മൈനസ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2 ആണ് ഡെൽറ്റ. സോ ക്ലിയർലി ലെസ് ദാൻ ഡെൽറ്റ 1 ആയി. ഡെൽറ്റ 1നേക്കാൾ ചെറുതായിട്ട് ഇവിടെ രണ്ട് പേരുണ്ടെങ്കിൽ, അതായത് ഡിഫറൻസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് യു ഇസ് ലെസ് ദാൻ ഡെൽറ്റ 1 ആയിട്ടുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഇത് കിട്ടി. സോ നമുക്ക് വേണ്ടത് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ആയിരുന്നു. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. സോ എക്സ് ഇവിടെയും യു ഇവിടെയാണെങ്കിലും whenever modulus of x minus u is less than delta, we are getting modulus of f of x minus f of u is less than epsilon. So that means in all cases, whenever modulus of x minus u is less than delta, modulus of f of x minus f of u is less than epsilon. Therefore, f is uniformly continuous on the total interval 0 to infinity. ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിപ്ഷിറ്റ്സ് കണ്ടീഷനാണ്.
modulus of f of x minus f of u is less than k times modulus of x minus u for all x u belongs to the a ആണെങ്കിൽ f is a Lipschitz function and അല്ലെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ Lipschitz കണ്ടീഷൻ എന്ന് പറയും. ഒരു ഫംഗ്ഷൻ Lipschitz കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ക്ലിയർലി യൂണിഫോംലി കണ്ടിന്യൂസ്. പക്ഷേ യൂണിഫോംലി കണ്ടിന്യൂസ് ആയാൽ എന്താവണമെന്ന് നിർബന്ധമില്ല. Lipschitz കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെന്ന് നിർബന്ധമില്ല. അതിന് എക്സാമ്പിളാണ് നമ്മൾ എടുത്തത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ഇൻ ദ ഇൻ്റർവൽ 0 to 2. ക്ലോസ് ഇൻ്റർവൽ 0 to 2 ആയതുകൊണ്ട് ഇറ്റ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. പക്ഷേ അത് Lipschitz കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യുകയും ചെയ്തു.